ഇവിടെ മാത്രം ഡെക്കറേറ്റ് ചെയ്താണ്. അത് അകത്തും കൂടെ നമുക്ക് സെറ്റപ്പ് ചെയ്യാം. അകത്ത് കുറച്ചിട്ടാൽ പോലെ ഒരു സെൻറ്ററായിട്ട് കുറച്ചിട്ടാൽ മതി. അങ്ങനെ ചെയ്തിട്ട് ഒരു സീഷോർ ലുക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇത്രയും ലാൻഡ് ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. ഏകദേശം കുറേയൊക്കെ സെറ്റായി. ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ പച്ചക്കറികൾ ഇവിടുത്തെ എല്ലാ ജീവികളും ഉണ്ടല്ലോ. ഇവിടുത്തെ എല്ലാ ജീവികളും ചേച്ചിമ്മയുടെ മേത്തുണ്ട്. ആമ, കുതിര, കൊക്ക്, പൂവ്. എന്നിട്ട് ഇവിടെയൊക്കെ ചെറിയ ചെടി നടുന്ന പോലെ രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ചെടി നട്ടിരിക്കുന്ന ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ചെറിയ ചെറിയ പുല്ലുകളൊക്കെ എടുത്തിട്ട് ഇവിടെ കുത്തി വെക്കുന്നുണ്ട്. ഈ ഡെക്കറേഷന് നേച്ചർ പ്ലാന്റ്സ് ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഇങ്ങനത്തെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയാക്കാൻ പറ്റും. മാക്സിമം എല്ലാത്തരം മതി കേട്ടോ. ഒരു സത്യം പറയട്ടെ, പാട്ടിട്ട് പോവാ. വാഴയുടെ ഇടയ്ക്ക് നമുക്ക് കാണിക്കാം. ഫൈനൽ പാർട്ടാണ് കേട്ടോ ഗൈസ്. പാർട്ട് 2 അല്ല, ഫൈനൽ പാർട്ട്. പാർട്ട് 2 ഈസ് എ ഫൈനൽ പാർട്ട്. നമ്മളിങ്ങനെ സാധനങ്ങളൊക്കെ കളഞ്ഞിട്ട് വേണം ഈ ഒരു കോമ്പൗണ്ടിലെ ഐറ്റംസ് ഫുള്ളിങ്ങനെ പച്ച ഇലകൾ കൊണ്ട് എനിക്കത് ഇവിടെ മനസ്സിലാവും. വരച്ചു കൊടുത്തപ്പോൾ മനസ്സിലായിട്ടുണ്ട് അവിടെ അങ്ങനെ ഒരു കോമ്പൗണ്ട് വരച്ചിട്ടുണ്ടെന്ന്. അവസാനം ഗൈസ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ ചെറിയ ചെറിയ ചിന്ന സാധനങ്ങളൊക്കെ വരാനുണ്ട്. എനിക്ക് ആവശ്യമുണ്ട്. അതിന് ഞാൻ ഇനി കഷ്ടപ്പെട്ട് few hours late കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കത്തുള്ളൂ. 2 അവർ കഴിഞ്ഞു. ഇനി ഒരു കട്ടുറുമ്പ് ചേട്ടൻ ഇവിടെ ഉണ്ട്. 2 അവർ എടുത്തു. എടാ നിങ്ങളിവിടെ വീട് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ അവിടെ വീട് ഉണ്ടാക്കി. നിങ്ങളിവിടെ വീട് കൊള്ളാം. ബിക്കോസ് യുവർ വീട് ഈസ് നോട്ട് ഹിയർ. എൻ്റെ വീട്ടിലോട്ട് പോടാ. ഇനി ബാക്കി കുറച്ച് അവർ കഴിഞ്ഞിട്ട് ബാക്കി കാണിക്കാം. ആ സമയം ഞാൻ പോയി കിടന്നുറങ്ങാൻ കേട്ടാ. ഞാൻ 10-20 ഉറുമ്പിനെ കേട്ടെ. പണിയെല്ലാം ഇപ്പോൾ 1 അവറും കൂടെ എടുത്തു. 3 അവർ. ഇങ്ങനത്തെ ഉറുമ്പുകൾ ഇതിൻ്റെ അകത്ത് കയറുന്നില്ല. മണ്ണോളം എടുത്തുകൊണ്ട് വന്ന് ഉപയോഗിക്കുന്നു. ഇവരെങ്ങനെയാണ് എൻ്റെ പൊന്നു കൈ സമർപ്പിക്ക് കേട്ടു. ഇത് ഞാൻ ഇനി കേട്ടാന്ന് പിടിച്ചേ. ഒറ്റ ഉറുമ്പ് കയറുന്നില്ല ഇതിൻ്റെ ഗൈസ് കണ്ടോ, ഇതിൻ്റെ അകത്തൊന്നും ഒരു ഒറ്റ ഉറുമ്പ് വരുന്നില്ല. ഞാൻ കളക്ട് ചെയ്ത മണ്ണാണ്.
എങ്ങനെയാ വീട് വെക്കണേ? ഞാനിട്ടതിൽ ഒന്നിൽ കൂടുതൽ കയറിയിട്ടുണ്ടല്ലോ. അവിടെ പോടാ, അമ്മമാരെ ഇറങ്ങി തിരിച്ചു പറഞ്ഞേക്കുക. മാക്സിമം ഇങ്ങനെ കുഞ്ഞായിട്ട് ഇടാൻ നോക്കണം. വീട്ടിൽ ആരും ഇല്ലെന്ന് അറിയുമ്പോൾ കുറുമ്പുകളൊക്കെ തിരിച്ചു വരും. പക്ഷെ അവരെയൊക്കെ നമ്മളായിട്ട് വേണം. അവരിതുപോലെ ഒരു ഇടയുണ്ട് ഈ ഉറുമ്പുകളെയും കൂടെ ഇവിടെ ഇങ്ങനെ എത്തിക്കണം. ഞാൻ എങ്ങനെയെങ്കിലും ഒറ്റ കട്ടുറുമ്പിനെ നോക്കിയിട്ട് കട്ടുറുമ്പ് ഗാർഡനിൽ കയറി ദേ തിരിച്ചു പോകും. ത്രില്ലി പറയാൻ വന്നതാ. അതെന്റെ ഹാർഡ് വർക്ക് അല്ല, സിമ്പിളായിട്ട് ഞാൻ ഇട്ടു. ഹാർഡ് വർക്ക് ചെയ്താലേ അകത്ത് കയറത്തുള്ളൂ. പക്ഷെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തില്ല. ഇവിടെ നിങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ കിടക്കുക. പിന്നെ നിങ്ങൾക്ക് അവിടെ വീട് സെറ്റ് ചെയ്ത് എന്നിട്ട് ഇറങ്ങി പോകും എല്ലാം കൂടെ. മനുഷ്യൻ കഷ്ടപ്പെട്ട് വീടുണ്ടാക്കിയതാണ് നിനക്കൊക്കെ. ഇവിടെ ഒച്ച പറഞ്ഞ് ഇറങ്ങി പോകാൻ പാടില്ല, അവിടെ അകത്ത് തന്നെ നടക്കണം. എൻ്റെ കൈ ഉറുമ്പ് നിരക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ആർക്കറിയാൻ കാണാൻ പറ്റുന്നുണ്ടോ? ഞങ്ങൾക്ക് നല്ല രീതിയിൽ കാണാം. ഇതേ പോണു ഗൈസ്. ദൂരമുണ്ടോ? അപ്പോൾ ഈ ഉറുമ്പുകളെയൊക്കെ ഇച്ചിരി ആഴമുള്ള കുഴി നമ്മുടെ കൂട്ടത്തിൽ കാണുമല്ലോ, അതിലാണ് ഇടേണ്ടത്. മനസ്സിലാകും കേട്ടോ അവർ നമ്മളങ്ങനെ വെയിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ. ഒരു ഉറുമ്പിനെ ഞാൻ ആലിലത്താവിലേ പിന്നെ ഞാൻ ആലിലത്താവിൽ ഞാൻ തടവിലാക്കിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഇവിടെ തന്നെ കുറേ കൂടുതൽ ഉറുമ്പുകളെ ഇട്ട് കൊടുക്കാം. അവർക്ക് മനസ്സിലാവും ആൾക്കാർ വീണ്ടും വരുന്നുണ്ടെന്ന്. എടാ നീ പോകണ്ടടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇനി. അയ്യോ ഏഞ്ചൽ ഇത് പിടിച്ചേ. അപ്പോൾ ഞാനിപ്പോൾ കുറേ എണ്ണത്തിൻ്റെ എടുത്തു. ഇപ്പോൾ ഒരു 4 hour ആയി കാണും. നിങ്ങൾ മ്യൂട്ട് ചെയ്യുക. ഇത് നേരത്തെ നല്ല ആഴമുള്ള കുഴിയും. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നിൽക്കണം ചിലപ്പോൾ എന്തായാലും ആരും ഇറങ്ങിപ്പോയിട്ട് കാണിച്ചില്ല. അപ്പോൾ എനിക്കൊരു ഐഡിയ വന്നു ഗൈസ്. ഞാൻ ഈ ഉറുമ്പിനെ പിടിച്ചു വിളിച്ചില്ല, അത് ഞങ്ങൾ തുറന്ന് വിട്ടിരുന്നു ഗൈസ്. അപ്പോൾ അവർ പറയും ഇതെന്തൊരു കളി, നമ്മളെ വിട്ടില്ല അവളെ മാത്രം വിട്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ കുറേ എന്നെ രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലാവുന്നില്ല ഞാൻ അവർക്ക് കഷ്ടപ്പെട്ട് വീടുണ്ടാക്കിയതാണെന്ന്. എന്ത് സാധനങ്ങളാണ്. കുറച്ച് സ്ലൈഡായിട്ടുള്ള വീട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഉറുമ്പുകൾക്ക് കിടക്കാനുള്ള സുഖമായിരിക്കും. ഒരു ഉറുമ്പിന് കയറ്റുന്നു, സൈഡ് ഉണ്ടാക്കുന്നു. അതാണ് എൻ്റെ പരിപാടി. ഇതിന് കുറേ ഉറുമ്പുകളെ കണ്ടുപിടിച്ചിട്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ വീട്ടിലിപ്പോൾ കുറേ പുഴുക്കളെന്തെങ്കിലും താമസിക്കുന്നുണ്ട് ഗൈസ്. ശരിയാണെന്ന് തോന്നുന്നു പുഴുക്കൾ. എൻ്റെ അടുത്തൊരു
ഉണ്ടാക്കിയത്. ഞാനും ഇവിടെ ഒരു ചെറിയല്ല വലിയ കുഴി ഉണ്ടാക്കി. അപ്പം അതിൻ്റെ അകത്താണ് മിക്കതും താമസിക്കുന്നത്. എല്ലാവരും കുഴികളിൽ നിന്ന് ഇറങ്ങിപ്പോകണം. നമ്മൾ കുറച്ചുകൂടെ വൈകിട്ടാക്കണം. ചെറിയ ഉറുമ്പുകളൊക്കെ ഞാൻ വിട്ടേച്ച് ഈ ഒരു ഫോട്ടോ എടുത്തോട്ടെ. അപ്പോൾ നേച്ചർ എക്സ്പ്ലോറേഷൻ പാമ്പിൻ്റെ ഇനി നമുക്ക് പറ്റൂല. At 1:11 don't minute later 50 കുറേ നേരമായി എണ്ണിയെണ്ണും കുറേ നേരമായി. ഇരിക്കുന്നത് ഇരുന്നോണ്ടാണ്. അമ്മമക്കളൊക്കെ ശരിയായിട്ട് തിരിക്കുകയാണ്. അമ്മമാരും പോരും മക്കളോട് മക്കളെ തിരിക്കുന്ന ആർക്കും. ഓരോ നമ്മൾ കയറ്റാവുന്ന സ്ഥലത്തൊക്കെ നല്ലൊരു കുഴി ഉണ്ടാക്കി കുറച്ച് അകത്തേക്ക് നമ്മൾ വൈഡായിട്ട് അകത്തേക്ക് ഞാൻ മടുത്തു. അകത്തേക്ക് കയറുന്ന കുഴികളാണ് ഗൈസ് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യാൻ പോവാണ്. എൻ്റെ പ്ലാനിങ് ആണ്. ഓക്കെ, അപ്പോൾ ടാറ്റാ. ബൈ ബൈ. അടുത്ത പാർട്ടാണ് ഇതല്ലേ കൊടുത്തു. Like, share and subscribe, comment.